നാട്ടുകാരുടെ ദൃഢനിശ്ചയം ഒരു റോഡിന്റെ ശോച്യാവസ്ഥ തന്നെ മാറ്റുമെന്നതിന്റെ ഉദാഹരണമാണ് പാമ്പാടിയിൽ കാണുന്നത്. കുറിയന്നൂർകുന്ന് PWD റെസ്റ്റ് ഹൌസ് റോഡാണ് നാട്ടുകാർ ചേർന്ന് പണം സ്വരൂപിച്ച് ടാർ ചെയ്യുന്നത്. ഇതിന്റെ പ്രാരംഭ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. 32 വർഷത്തോളം നല്ല രീതിയിൽ കിടന്ന റോഡ് വാട്ടർ അതോറിറ്റിയും ജൽജീവൻ മിഷനും ചേർന്ന് കുഴിച്ച് ശോച്യാവസ്ഥയിലാക്കുകയായിരുന്നു. ഏതാനും വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് റോഡ്. പഞ്ചായത്ത് പണികൾ നടത്താൻ കാലതാമസം വരുമെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ പണം സ്വരൂപിച്ച് പണികൾ ആരംഭിച്ചു. അഡോൺ ഗ്ലാസ് ഹൌസ് ഉടമ രാജനാണ് 4 ലക്ഷം രൂപ നൽകിയത്. ബാക്കി തുക പലരിൽ നിന്നും സ്വരൂപിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാരനായ രാജൻ കുറിയന്നൂർകുന്ന് പറഞ്ഞു. ഒരു ടാറിങ്ങിന് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കിടന്ന റോഡായിരുന്നു. ആ റോഡ് ഇത്ര വർഷം നിന്നു. അത് ഈ ജൽജീവന്റെ പരിപാടി ഒത്തു വന്നുകൊണ്ട് മുഴുവൻ പോയി. അത് കാരണം ഒത്തിരി നാൾ നോക്കിയതുകൊണ്ട് പാമ്പാടി കഴിഞ്ഞ ഭരണസമിതി മാക്സിമം ചെയ്യാവുന്നതൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തു. ഫണ്ടിൻ്റെ പരിമിതി കൊണ്ട് മുഴുവൻ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളത് ഭാഗങ്ങൾ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഗ്ലാസ് കടയിലെ മടൻ രാജുവിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് മെമ്പറും ഇടപെട്ട് ഇവിടുത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നാട്ടുകാരെ ഇവിടെയുള്ള കുറേ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡ് നല്ല രീതിയിൽ പോകാൻ വേണ്ടി അവരുമായിട്ട് കുറേ ഫണ്ട് പിരിച്ച് ബാക്കി ആ അഡോൺ ഗ്ലാസ് ഹൗസിൻ്റെ രീതിയിൽ അവരുമായിട്ട് ആ കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗം കൂടെ ചെയ്യാൻ ഇത് കണ്ടപ്പോൾ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെയും സമീപിച്ച് മെമ്പർ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. സുമനസ്സുകളായ ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കുന്നത് കൂടാതെ വിദേശ മലയാളികളെ അവരുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതെന്ന് പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജു ഐസക് പറഞ്ഞു. ഇതിനാവശ്യമായ NOC, ഉദ്യോഗസ്ഥരുടെ സേവനം, ടെക്നിക്കൽ സഹായം എന്നിവയെല്ലാം ചെയ്തു നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സ്വകാര്യ സംരംഭകർക്ക്, വിദേശ മലയാളികൾക്ക്, നാട്ടിലെ സന്മനസ്സുള്ള ജനങ്ങൾക്ക് അവരുടെ നാട്ടിലെ വികസന പ്രവർത്തനത്തിന് അവരെ പങ്കാളികളാക്കുക, അവരുടെ സഹായം തേടി ഇത്തരം പ്രവർത്തികൾ ചെയ്യുക. പഞ്ചായത്ത് ഇതിനാവശ്യമായിട്ടുള്ള NOC, നിരാക്ഷേപ പത്രം നൽകുക. കൂടെ ടെക്നിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസ് നൽകുക. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങളിൽ അത്യാവശ്യം ഒന്ന് സൂപ്പർവിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആ സഹായം കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. ജനം പണം മുടക്കി ഈ കാര്യങ്ങൾ ചെയ്യും. അത്തരമൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ കുറിയന്നൂർകുന്നിൽ നടക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്തിനെ പലതവണ നാട്ടുകാർ സമീപിച്ചിരുന്നു. എന്നാൽ പ്രൊജക്ട് വെച്ച് പണം പാസാക്കിയെടുക്കാൻ കാലതാമസമുണ്ടെന്ന് മനസ്സിലാക്കി 10ഓളം പേർ ചേർന്ന് സ്വന്തമായി പണം സ്വരൂപിക്കുകയായിരുന്നുവെന്ന് 17ാം വാർഡിന്റെ പ്രതിനിധി ജിജി സലി പറഞ്ഞു. വാർഡിന്റെ വികസനത്തിന് ഇത്തരം കൂട്ടായ പ്രവർത്തനം നടത്തുന്ന നാട്ടുകാരെ അഭിനന്ദിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുകയാണ് പഞ്ചായത്ത് അംഗം ജിജി സലി. പഞ്ചായത്തിന്റെ ഒരു സാന്നിധ്യവും അതിന്റെ എഞ്ചിനീയർ, ഓവർസിയർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു നോട്ടവും ഒക്കെ ഇതിനുണ്ടാവും. അപ്പോൾ അവർ വന്ന് നിന്ന് അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ റോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള NOCയും മറ്റു കാര്യങ്ങളും പഞ്ചായത്തിന്റെ നിലപാടുകളും ഒക്കെ അനുകൂലമാക്കി അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുവന്ന് എല്ലാ രീതിയിലുമുള്ള സഹകരണം വന്നപ്പോൾ ഈ റോഡിന്റെ ഒരു പുനർചിന്ത അല്ലെങ്കിൽ ഇതിന്റെ ഒരു പുനഃക്രമീകരണം, നല്ല രീതിയിലുള്ള ഒരു റോഡ് അത് സാധ്യമാവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി രാജേട്ടനോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും വാർഡ് മെമ്പർ എന്ന രീതിയിൽ എന്നാലാവുന്ന എല്ലാ സഹായവും ഇനിയും ചെയ്യും. വ്യാഴാഴ്ച റോഡ് ടാർ ചെയ്തു തുടങ്ങും. പണി പൂർത്തീകരിക്കുമ്പോൾ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണത്തിനാണ് ഫലം കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.